Hello viewers, welcome back to Xylem Learning. It's me, Adarsh. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് ക്യൂബ്, എന്താണ് ക്യൂബ് റൂട്ട്. സോ അതിന് മുമ്പായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നാളെ കൃത്യം 7:30 ഞാൻ ലൈവിൽ വരുന്നുണ്ട്. 9ാം ക്ലാസ്സിന്റെ മാത്സിന്റെ ഓറിയന്റേഷനുമായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് നേടാൻ സാധിക്കുക, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വരും. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നമുക്കറിയാം, നമ്മൾ റെക്കോർഡ് ഇട്ടവരാണ്. 21,500 കുട്ടികളാണ് 8ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിന്റെ തലേ ദിവസം എന്റെ ലൈവ് കണ്ടത്, അല്ലെങ്കിൽ സൈലത്തിന്റെ ലൈവ് കണ്ട് പഠിച്ചത്. സോ നമ്മൾ നാളത്തെ ലൈവിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 2000-ഓളം കുട്ടികളെയാണ്. നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ആ ലൈവിലേക്ക് മാക്സിമം ഫ്രണ്ട്സിനെ എത്തിക്കണം. സോ നമുക്ക് നോക്കാം എന്താണ് ക്യൂബ് എന്നും എന്താണ് ക്യൂബ് റൂട്ട് എന്നും നോക്കാം. ഇവിടെ നോക്കുക, 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1. നിങ്ങൾക്കറിയാം 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 1 അല്ലെ? 1 × 1, അതായത് 2 തവണ 1നെ 1നോട് ഗുണിക്കുന്നു. ശരിയല്ലേ? നോക്കൂ, 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 1 1, അതായത് 3 തവണ. ശരിയല്ലേ? 1 × 1 × 1, അതാണ് 1 ക്യൂബ് എന്ന് പറയുന്നത്. 1 ക്യൂബ് എത്രയാപ്പോ? 1 ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2, അതായത് 2 2 4, 4 2 8. ശരിയല്ലേ? 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3, അതായത് 3 3 9, 9 3 ആണ് 3 ക്യൂബ്, അതായത് 27. പഠിച്ചോ? 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 × 4 × 4. ശരിയല്ലേ? 4 4 16, 16 × 4 ചെയ്താൽ 64 എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റാണേ. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 5 × 5, അതായത് 125. സെറ്റ് ആണല്ലോ. ഇതുപോലെ മക്കൾക്ക് കണ്ടുപിടിച്ചൂടെ 6 ക്യൂബ് എത്രയാണെന്ന്? 6 ക്യൂബ് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? അത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ ആണേ. ഇനി എന്താണ് ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ? ക്യൂബ് റൂട്ട് ഓഫ് 125 എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിനെ അതിനോട് തന്നെ 3 തവണ ഗുണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് 125 കിട്ടുന്നത്. നോക്ക്, 5 × 5 × 5 ചെയ്യുമ്പോഴാണ് 5 × 5 × 5 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 125 കിട്ടുന്നത്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 125 എന്ന് പറഞ്ഞാൽ 5 ആണ്. സെറ്റ് അല്ലേ? ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ടിന്റെ റൂട്ടിനകത്ത് 3 ഇട്ടാൽ ക്യൂബ് റൂട്ട് എന്നാ വായിക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. സെറ്റ് അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? 3 ആണ്. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 1 എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. കാരണം 1 × 1 × 1 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ശരിയാണല്ലോ. അപ്പൊ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 തവണ. ശരിയല്ലേ? 1 1 1, 3 പ്രാവശ്യം വരുന്നു അല്ലേ? ക്യൂബ് എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം. സെറ്റ് ആണല്ലോ. സ്ക്വയർ എന്ന് പറഞ്ഞാലോ 2 പ്രാവശ്യം. 3 × 3നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. സോ എല്ലാരെയും ഞാൻ നാളത്തെ ലൈവിൽ എക്സ്പെക്ട് ചെയ്യും. നിങ്ങൾ എല്ലാവരും വരണം. നമുക്ക് ഗംഭീരമായിട്ട് 9ാം ക്ലാസ് പഠിക്കണം. കഴിഞ്ഞ വർഷം 40 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ ഈ വർഷം നമ്മൾ എഴുതാൻ പോകുന്നത് 80 മാർക്കിന്റെ പരീക്ഷയാണ്. നമുക്കതിൽ ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. സോ നാളെ വൈകിട്ട് 7:30 കാണാം. ഗുഡ് ബൈ.